അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. കേരളത്തിൽ ഏറ്റവും വലിയ പ്രാങ്ക് ചെയ്ത് ജനങ്ങളെ ഒന്നടങ്കം പറ്റിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചത് മനസ്സിലായില്ല. ഒരു ക്ലൂ തരാം. അവസാനം കാറ്റും മഴയും കോളും എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അവരാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രാങ്ക്സ്റ്റേഴ്സ്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഒരു മാസം മുന്നേ ഇവർ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ് ഒരു വാർത്ത ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയതാണ്. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മാർച്ച് 14 ഇന്ന് ഇവരുടെ ചാനൽ വീണ്ടും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ഐഡിയ നിനക്കുണ്ടായാലും എനിക്കൊരു അത്ഭുതമില്ല. നീ എന്റെ വിത്ത് തന്നല്ലേ? വീണ്ടും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഞങ്ങൾ ഡിവോഴ്സ് ആയില്ല, ഞങ്ങൾ ഒന്നിച്ചു ഗായ്സ്. சும்மா கேக்குறேன், தப்பா எடுத்துக்காத. പണം കിട്ടിയ എന്ത് അപമാനമാണെങ്കിലും നീ സഹിക്കും അല്ലേടാ നാണം കെട്ടവനെ. യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് തൊട്ട് തന്നെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റിച്ച് ജീവിക്കുന്നവരാ. ഒരുമാതിരി മറ്റോടത്തെ പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പിരിഞ്ഞു എന്നും പറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞ് ഈ പൊന്നൂസിന് അവിഹിതമാണെന്ന് പറഞ്ഞിട്ട് സുജിൻ വരുന്നു. ഉളുപ്പുണ്ടോ? ഇച്ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ടു ബുദ്ധി? കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ അവർ ഡിവോഴ്സ് ആയി എന്നും പറഞ്ഞു വരും. അല്ല, മൊത്തത്തിൽ പറഞ്ഞത് കേട്ടത് വെച്ചിട്ട് ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തേണ്. ഒന്നിച്ചതിൽ സന്തോഷം. പക്ഷേ ഈ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ മണ്ടന്മാരല്ല. ഇവരെന്തിനാണ് ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഈ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആക്കിയിട്ട് പൊന്നൂസിന്റെ ബിസിനസ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ഇതിനകത്തിന്റെ ഇടയിൽ നടന്നു ഒരു സംശയം കണ്ടു കാണുമെന്തോ ശിവനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഞാൻ നോക്കുമ്പോൾ ഇവരുടെ സ്റ്റോറി നോക്കുന്ന സമയത്ത് പൊന്നൂസ് ഒരു സാഡ് സ്റ്റോറി അങ്ങോട്ട് ഇടും. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കുന്ന ഒരു മോഹൻലാൽ നിനക്ക് അവിടെ. ഗോസിപ്പുകാരോട് പോകാൻ പറ. അത് കഴിഞ്ഞിട്ട് തുരുതുരാന്ന് പൊന്നൂസിന്റെ ഒരു ബിസിനസ് ഉണ്ട്, മറ്റേ ഒരു ജ്വല്ലറി ബിസിനസ് ഉണ്ട്. ഇതിന്റെ പോസ്റ്റ് ആണ് ഇടുന്നത്. ഒരു തട്ടിപ്പാണല്ലേ? ഞാൻ ശരിക്കുള്ള കള്ളനാണെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. സ്റ്റോറി സാഡ് ആയിരിക്കും. എന്നിട്ടാണ് ഈ പറയുന്നത് ജ്വല്ലറിയുടെ സാധനം സോൾഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടും. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ?